ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദത അനിയത്തിയോട് വിക്രവും വരുണും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം പറയുക. അപ്പം നിന്നോട് മാത്രമായിട്ട് അവൻ പറഞ്ഞ പല കാര്യങ്ങളും വിക്രമനോടും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എന്താണെന്ന് നിനക്കൊന്ന് ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് വേദ. മോളെ, ഒരിക്കലും വിക്രം അത് ചെയ്തിട്ടില്ല എന്നും വേദ പറയുവാണ്. വിക്രം ശരിക്കും ഒരു എന്താ പറയുക, എല്ലാത്തിലും ചെന്ന് പെടുകയായിരുന്നു എന്ന കാര്യം വേദ പറയുക. ചെറുപ്പം മുതലേ ചെയ്യാത്ത തെറ്റുകൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മുന്നോട്ട് ജീവിച്ചു പോയ ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ വിക്രത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്കിത് നിസ്സാരമായി പറഞ്ഞു തരാൻ കഴിയും. പക്ഷെ നിനക്ക് അതങ്ങനെയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ വിക്രം ഒരിക്കലും നിൻ്റെ കണ്ണുനീരിന് ഇട വരുത്തിയിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് എന്ന് വേദ ഇങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ദീപ്തിയോട് പറയണം. ഇത് കേട്ടപ്പോൾ ദീപ്തി ഇങ്ങനെ വേദയൊന്ന് നോക്കി. ചേച്ചിയുടെ ഭർത്താവിനെ വെള്ളപൂശി എടുക്കേണ്ടത് ചേച്ചിയുടെ കൂടെ ആവശ്യമാണല്ലോ അല്ലേ എന്ന് ദീപ്തി പറയുമ്പോൾ, ഒരിക്കലുമല്ല ദീപ്തി, നീ കാണുന്നത് പോലെയല്ല യാഥാർത്ഥ്യങ്ങൾ. എല്ലാം എനിക്ക് നിന്നോട് പറയാനാവില്ല എന്ന് വേദ പറഞ്ഞു. അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ദീപ്തി, വേദേച്ചി വിക്രമേട്ടനല്ല പ്രതി എന്ന് പറയുന്നത് പോലെ വിക്രമേട്ടനാണ് പ്രതി എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്ന കാര്യം ദീപ്തി പറയുക. അപ്പോൾ ശ്രീയേട്ടനായിരിക്കും അല്ലേ? ആ വാദം തെറ്റാണെന്ന് എനിക്ക് കൂടി തോന്നണ്ടേ ചേച്ചി എന്ന് ദീപ്തി വേദയോട് പറയണു. വിക്രമേട്ടൻ അത് ചെയ്തു എന്ന് പുറത്തുള്ള ഒരാളല്ല അത് പറയുന്നത്. അത് അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള, അതും ശ്രീനിവാസൻ്റെ പേഴ്സണൽ സെക്രട്ടറിയെ പോലെ കൂടെ നടക്കുന്ന ആളാണ് എന്നും ദീപ്തി പറയുക. ശ്രീയേട്ടൻ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാണെന്ന് പറയുമ്പം എന്തിനും ഏതിനും ആളുകളെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലോകമാണ് മോളെ ഇത്. അപ്പം തന്നെ രക്ഷിക്കാൻ സ്വന്തം കൂടപ്പുറപ്പുകളെ പോലും തള്ളിക്കളയുന്ന മറ്റു ചിലരുടെ കൂടെ ലോകമാണ് ഇത് വേദേച്ചി എന്നൊക്കെ പറയുമ്പോൾ വേദയൊന്ന് ചിരിച്ചു. ഇത്രയും പറഞ്ഞതിൽ എനിക്കൊരു കാര്യം എന്തായാലും മനസ്സിലായി എന്ന് വേദയോട് ദീപ്തി പറയാം. വിക്രം ചേട്ടൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് വേദേച്ചിക്ക് അറിയാം. നിങ്ങൾ തമ്മിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കതറിയാം എന്ന് വേദ പറയുക. പക്ഷേ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളതും സത്യമാണ്. വിക്രമൻ്റെ ഭാര്യ എന്നുള്ളൊരു നിലയിൽ മാത്രമല്ല, വിക്രമന് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ പോകുന്ന വക്കീൽ എന്നുള്ളൊരു നിലയിലും എന്ന് വേദ ദീപ്തിയോട് പറയണം. ദീപ്തി അന്തം വിട്ടിങ്ങനെ ഇരിക്കാം. ആരൊക്കെ വിക്രത്തിനെതിരെ വന്നാലും ആ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിരിക്കും എന്ന് വേദ ദീപ്തിയോട് പറയുക. വ്യക്തിപരമായി ഒരു നഷ്ടത്തിൻ്റെ സങ്കടത്തിലാണ് നീയെന്നും അതുകൊണ്ട് തന്നെ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനും പറഞ്ഞ് ബോധ്യപ്പെടുത്താനും എളുപ്പമാണെന്ന കാര്യവും വേദ പറയാം. പക്ഷേ അവസാനം സത്യത്തിനല്ലേ വിജയിക്കാൻ പറ്റുള്ളൂ മോളെ എന്നും വേദ ദീപ്തിയോട് ചോദിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം എന്നും പറഞ്ഞു വേദ അങ്ങനെ പറഞ്ഞു. ദീപ്തി വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ദീപ്തി തിരിച്ചു വന്നിട്ട്, ഇതുകൊണ്ടൊന്നും വിക്രമൻ ചേട്ടനല്ല അത് ചെയ്തതെന്ന് എന്നെ വിശ്വസിപ്പിക്കാനാവില്ല വേദേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി അവിടെ നിന്ന് അങ്ങ് പോയി. മോളെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ദീപ്തി അങ്ങ് പോയി. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വേദയ്ക്ക് മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വിശ്വൻ രാത്രി വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാം അടിച്ച് പൊളിച്ച് തകർത്തിട്ടിരിക്കുക. വിശ്വൻ ഇത് കണ്ട് ഞെട്ടി. അപ്പോൾ ശ്രീജ ഇറങ്ങി വന്നപ്പം രാവിലെ പോയതല്ല, എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം അയാൾ വന്ന് ആകെ പ്രശ്നമാക്കിയല്ലേ എന്ന് വിശ്വൻ ചോദിച്ചു. അതെന്ന് ശ്രീജയൻ പറഞ്ഞു. ഞാൻ ശ്രീനി സാറിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നെന്നും എന്തെങ്കിലും വിവരം എവിടെന്നെങ്കിലും കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്നും പറയുവാണ്. അപ്പം അച്ഛൻ എന്തെന്ന് ചോദിച്ചു. വിശ്വനെ കാത്തിരിപ്പുണ്ട്, വാ എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇവർ അകത്തേക്ക് കയറി ചെല്ലുന്നു അച്ഛനെ കാണാനായിട്ട്. അപ്പോൾ നീ ഇതുവരെ എവിടെയായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശ്രീനിവാസ സാറിൻ്റെ അടുത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം എവിടെയാണെന്ന് എന്നതിനെ പറ്റി ശ്രീനി സാറിന് ഒരു അറിവില്ലെന്നാണ് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, ശ്രീനിവാസന് മാത്രമല്ല അവൻ്റെ കൂട്ടുകാർക്കും ഒരു വിവരവും ഇല്ല എന്നുള്ള കാര്യം വിശ്വം പറയാം. അവൻ ആദ്യം ഒളിച്ചു കഴിഞ്ഞത് ഈ കടപ്പുറത്തിനടുത്തുള്ള ഷെഡിലായിരുന്നു. അവിടെ വെച്ച് ശ്രീനിവാസൻ്റെ പരിചയത്തിലുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റാനായിരുന്നു അവരുടെ പരിപാടി. പക്ഷേ അന്ന് രാത്രി തന്നെ വാസവൻ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം വിശ്വൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. അത് കേട്ടപ്പോഴത്തേക്കും കമലയ്ക്ക് ആകെ ആദ്യമായി. എന്നിട്ട് വാസവൻ വിക്രമനെ കണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും അറിയില്ല അച്ഛാ. ആ രാജേണ്ണനും ജോസഫും വാസവൻ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. അവർ പിന്നാലെ ചെന്ന് നോക്കുമ്പോൾ വിക്രം അവിടെ ഇല്ല. വിക്രം ആ സമയത്ത് വാസവൻ്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് അയാളുടെ ഒരു നാടകമാണെങ്കിലോ എന്ന് നന്ദിനിയോട് വിശ്വൻ അന്നേരം പറഞ്ഞു. അങ്ങനെ ഒരിക്കലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസുവിൻ്റെ കയ്യിൽ പെടാതെ വിക്രത്തെ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീനിവാസനാണെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം നമ്മുടെ സുധാകരൻ മാഷ് അന്നേരം പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഇവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം തൽക്കാലം വെളിപ്പെടുത്താതിരിക്കാനേ തരമുള്ളൂ എന്ന കാര്യവും പറയണു കേട്ടോ. അന്നേരത്തേക്കും കമല, ഉറപ്പാണോ മാഷേ അവന് അയാൾ സേഫായിട്ട് വെച്ചിട്ടുണ്ടാവും എന്നാണോ മാഷിൻ്റെ ഉറപ്പ് എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കാം. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ അവൻ അയാളുടെ കൂടെയല്ലേ കമല?
ഉറപ്പായും അയാൾ അവനെ സംരക്ഷിക്കാതിരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനിവാസൻ എന്ന് പറഞ്ഞത് മുഴുവനും വരുണിൻ്റെ കൊലപാതകി ആരാണെന്ന് കണ്ടെത്തുന്നതിനെ പറ്റിയാണെന്ന് പറയുമ്പോൾ അതെ, അത് കണ്ടെത്തുന്നത് വരെ വിക്രത്തെ ആരുടെയും പേരിൽ ആരുടെയും കണ്ണിൽ പെടാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അയാൾക്കുണ്ടല്ലോ എന്നും നമ്മുടെ മാഷ് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നന്ദിനി ഇങ്ങനെ നിൽക്കുക. അതയാൾ പുറത്തു പറയാത്തത് വിക്രത്തിൻ്റെ രക്ഷയെ കരുതിയാണെങ്കിലോ എന്ന് മാഷ് പറഞ്ഞു. വരുണിൻ്റെ യഥാർത്ഥ കൊലപാതകയെ കണ്ടെത്തി വിക്രത്തിന് മേൽ ഇപ്പോൾ ഉള്ള കേസ് ഒഴിവാക്കുകയും ചെയ്യുന്നതുവരെ അവൻ പുറത്തു വരാതെ ഇരിക്കുന്നതായിരിക്കും അയാളുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നല്ലതാ. പക്ഷേ അപ്പോൾ സംശയിക്കേണ്ട, അത് അങ്ങനെ ആവാനേ വഴിയുള്ളൂ എന്ന് വിനായകനോട് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഇത്, കമല താൻ ധൈര്യമായിട്ടിരിക്കുക, നീ ചെന്ന് കിടക്കാൻ നോക്കിക്കേ, ഇങ്ങനെ ഇനി ഇതും പറഞ്ഞ് ചിന്തിച്ചിരിക്കല്ലേ. ഒരുപാട് കാലം അവനെ കൊണ്ട് ആദ്യോടുകൂടി ഉറങ്ങാതിരുന്നതല്ലേ, ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ തന്നോട് പറഞ്ഞില്ലേ ഒരു കുഴപ്പമുണ്ടാവില്ല, അവൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്താണുള്ളതെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന്. അതങ്ങനെ തന്നെയാണോ? അതങ്ങനെ തന്നെയാണെന്ന് പറയണം. നമ്മുടെ മോന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ ധൈര്യമായി ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക് എന്നും ഇങ്ങനെ അച്ഛൻ പറഞ്ഞു. ശ്രീജെ അമ്മയെ കൊണ്ടുപോയി കിടത്താൻ നോക്കിക്കേ, ഇനിയും ഉറക്കം ഉളയ്ക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം അമ്മ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീജ വിളിക്കുമ്പോൾ ഞാൻ പോയിക്കോളാം മോളെ, സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി. അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാഷ് മക്കളോട് എല്ലാവരോടുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. വേഗം മാഷ് അത് എടുത്തു. ഹലോ ആരാന്ന് ചോദിച്ചു. അപ്പോൾ സുധാകർ മാഷ് അല്ലേടോ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ SI വിളിച്ചതേ? ഇല്ല. അപ്പോൾ കമലയോട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കമല അവിടെ നിന്ന് പോയി. എന്നിട്ട് മാഷിനോട് ഇയാൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക. അവനെവിടെടാ, ഒളിവിൽ പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണു. അപ്പോൾ അവരെന്തിനാ ഒളിവിൽ പോകുന്നത്, അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്നാലേ അവരെ രണ്ടുപേരെയും കൂടെ കൂട്ടി താൻ നാളെ ഇവിടെ വരെ ഒന്ന് വരണം എന്ന് സുധാകരൻ മാഷിനോട് പറയുവാണ് ഇയാൾ. എന്താ സാർ കാര്യം? കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാടോ, താൻ വരാൻ പറഞ്ഞു. വന്നില്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരുമെന്ന് SI പറയാം. വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ലേ, നമ്മൾ എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നേ? നമുക്ക് നാളെ കാണാം കേട്ടോ, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ കാര്യം, ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ SI വിളിച്ച നമ്മളോട് 3 പേരോട് നാളെ സ്റ്റേഷനിലോട്ട് ചെല്ലണമെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങ് പോയി. ഇനിയിപ്പോൾ ശ്രീനിവാസൻ്റെ കസ്റ്റഡിയിലാണ് വിക്രം ഉള്ളതെന്ന് അച്ഛൻ പറഞ്ഞു. ശരിയായിരിക്കുമോ എന്ന് ശ്രീജ ചോദിക്കുക. അപ്പോൾ അച്ഛനത് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഉറപ്പിനേക്കാളും ഇപ്പോൾ പ്രധാനം കമലയുടെ മനസ്സാണെന്നും ആ ഒരു മനസ്സിന് ശക്തി കിട്ടാൻ അങ്ങനൊരു വിശ്വാസം മതിയെന്നുണ്ടെങ്കിൽ അത് കള്ളമാണെങ്കിൽ കൂടി ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എന്നുള്ള കാര്യം പറയുക ഈ മാഷ്. എന്നിട്ട് അതും പറഞ്ഞിട്ട് മാഷ് അങ്ങ് പോയിട്ടോ. അപ്പോൾ മക്കൾ ഇവിടെ ആകെ വിഷമിച്ച് നിൽക്കുക. നന്ദിനിക്ക് യാതൊരു കുസലും ഇല്ല കേട്ടോ. പക്ഷെ വിനായകനെ ഇപ്പോൾ ആത്മാർത്ഥമായി വിഷമിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് അങ്ങ് പോയ സമയത്ത് ഈ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ അതും ഇതെല്ലാം പറഞ്ഞ് വിനായകനോട് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ശ്രീജ മുറിയിൽ ചെന്നു വിശ്വനുമായിട്ട് വിക്രത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ ശ്രീനിവാസൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ വിശ്വൻ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അപ്പം വേദ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് സന്തോഷമായിരുന്നു. ആ കുട്ടി പടി ഇറങ്ങിയതോടുകൂടിയെല്ലാം അവസാനിച്ചു. വേദ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു അനിയത്തിയെ കിട്ടിയ സന്തോഷമായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ശ്രീജ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക. അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം ഇവരവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അച്ഛനും അമ്മയ്ക്കും ധൈര്യം കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശ്വൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരതും പറഞ്ഞ് അവിടെ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ റൂമിലിരുന്ന് വിക്രത്തെ ശുശ്രൂഷിച്ച കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. അപ്പോഴേക്കും വേദയുടെ ഫോണിലേക്ക് വേറൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഇഷിതയായിരുന്നു. പെട്ടെന്ന് വേദ കോൾ എടുത്തു. ഹലോ ആരാന്ന് ചോദിച്ചു. ഞാനാ ഇഷിതയാ. ഇതേതാ നമ്പർ? ഇങ്ങനെ ഒരു നമ്പർ കൂടി എനിക്കുണ്ടെന്ന് പറയാം. പറ എന്താ പ്രത്യേകിച്ച് വിളിച്ചേ? അവിടെ എന്തെങ്കിലും പ്രശ്നമോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇവിടെ പുറത്തുനിന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഇഷിത പറഞ്ഞു. വിക്രമൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം ആരോഗ്യപരമായിട്ടുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല, വേദന അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മനസ്സിൻ്റെ വേദന മാറ്റാൻ അതിന് പറ്റത്തില്ലല്ലോ, അതിനുള്ള മരുന്ന് നീ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. നീ എന്തൊക്കെയാ പറഞ്ഞ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പറയാനുള്ളത് എനിക്കല്ലെന്ന് നീ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത ഈ ഫോണുമായിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഈ ഫോൺ വിക്രത്തിൻ്റെ കയ്യിലും കൊടുത്തു. ഇത് ഇഷിത വേദയാണ് അപ്പുറം വിക്രത്തിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് പോകുന്നത് വരെ വിക്രം ഈ ഫോൺ കയ്യിൽ വെച്ചോ എന്നും പറഞ്ഞു കൊടുത്തു. വിളിക്കാനും മെസ്സേജ് അയക്കാനും ഇടയ്ക്കിടയ്ക്ക് എന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അതും കൊടുത്ത് ഇഷിത അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോഴേക്കും ഫോൺ എടുത്ത് ഹലോ വെച്ചു. എന്താ വിക്രം ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു വിക്രമേ. ആ സമയത്ത് എന്തു പറ്റിയെന്ന് ചോദിച്ചു.
ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്ന് പോയതാ. ഞാനും ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് വേദ പറഞ്ഞു. വേദാളത്തിന് ഇത്രമാത്രം ആലോചിക്കാനായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പം ആഹാ അതിനാണോ കുറവ്? വിക്രമാദിത്യനെ പറ്റി തന്നെ ആലോചിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്നൊക്കെ വേദ ചോദിച്ചു. എന്നെപ്പറ്റി എന്താ ഇത്രമാത്രം ആലോചിക്കാനായിട്ടുള്ളത്? നിങ്ങളുടെ എടുത്തിയാട്ടം, നിങ്ങളുടെ പൊട്ടത്തരം, ബുദ്ധിയില്ലായ്മ, വിവരക്കേട്, നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് ചോദിക്കുമ്പം നീ പിന്നെ ക്ഷമാശീല, സമർത്ഥ, ബുദ്ധിശാലി, സർവജ്ഞ, ഒരബദ്ധവും പറ്റാത്ത തങ്കക്കൂടവല്ലേ എന്ന് ചോദിച്ചു. എന്നെക്കുറിച്ചുള്ള ഇത്തരം സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ എന്താ ഇത്ര പുച്ഛം? അയ്യടാ അതൊക്കെ അങ്ങനെ വലിയ അംഗീകാരമായിട്ട് അങ്ങ് എടുത്തോന്ന് ചോദിച്ചപ്പം സത്യം കേൾക്കുമ്പോഴേ അത് സമ്മതിച്ചും അംഗീകരിച്ചും ശീലമായി പോയില്ലേ മാഷേ? എൻ്റെ അക്രമാദിത്യ, എൻ്റെ പൊന്നോ, ഈ നാവില്ലായിരുന്നുണ്ടെങ്കിലേ നിന്നെ പണ്ടേ പരുന്ന് റാഞ്ചിക്കൊണ്ട് പോയേനെ എന്ന് വിക്രം. അപ്പോൾ വേദ ഒന്ന് ചിരിച്ചു. വിക്രുവിൻ്റെ ഒരു കുഴപ്പമേ ഇതാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത്? ചില സന്ദർഭങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പഴയ ഡയലോഗ് തന്നെ റിപ്പീറ്റ് ചെയ്യും. നോ ഫ്രഷ്നെസ്, നോ ക്രിയേറ്റിവിറ്റി. അല്ലെങ്കിൽ ഇഡിയന്മാർക്ക് എന്ത് ക്രിയേറ്റിവിറ്റി അല്ലേ എന്ന് ചോദിച്ചപ്പം ഇന്ന് ശരിക്കും നല്ല റോസ്റ്റിംഗ് മൂഡിലാണല്ലോ എന്ന് വിക്രം പറയുമ്പോൾ വേദ ഒന്ന് ചിരിച്ചു. അപ്പോൾ റോസ്റ്റഡ് ആയിട്ടുണ്ടെന്ന് സമ്മതിച്ചല്ലേ? എങ്കിലത് നിർത്താം കേട്ടോ എന്ന് വേദ പറയുമ്പോൾ ഫോൺ വെക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെയോ അല്ല നേരം പോകുന്നില്ലെന്ന് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് ഇരിക്കാവല്ലോ എന്ന് വിക്രം പറയുമ്പം നേരം കുറേ ആയില്ലേ വിക്രോ? മരുന്നിൻ്റെയും ഇഞ്ചക്ഷൻ്റെയൊക്കെ ക്ഷീണം കാണത്തില്ലേ? ഉറങ്ങാൻ കിടന്നതാ, അപ്പോഴാ നിന്നെ ഓർത്തത്. അപ്പോൾ എൻ്റെ ഫോൺ തുറക്കരുതെന്ന് ഭവതിയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതേതായാലും നന്നായി കേട്ടോ എന്ന് വേദവിക്രത്തോട് പറഞ്ഞു. അപ്പോൾ വിക്രുവിന് ഉറക്കം വരുന്നില്ല, സംസാരിക്കണം അല്ലേ? എന്നാൽ പിന്നെ പറ എന്തൊക്കെയുണ്ട് എന്നിട്ട്. അപ്പോൾ വേദ പറഞ്ഞു പറയാൻ. അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കാം. എന്നതാന്നോ? രണ്ടുപേരും മൗനം, ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ നോ സബ്ജക്റ്റ്? അപ്പോൾ എന്തൊക്കെയോ സംസാരിക്കണമെന്നൊക്കെ തോന്നുന്നു. സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്ന് വിക്രം വേദയോട് പറഞ്ഞപ്പോൾ അതെ നമ്മളിപ്പോഴുള്ള മൂഡ് മാറ്റാത്തത് കൊണ്ടാണ് എന്ന് വേദ പറഞ്ഞു. അപ്പോൾ ഏത് മൂടാന്ന് ചോദിച്ചു. മൂടല്ല, മോഡ്, മനസ്സിലായോ? MODE, മോഡ്. അതെന്താ? നമ്മളിപ്പോഴെന്താ ഒരു കൂൾ ആൻഡ് മൈൽഡ് മൂഡിലല്ലേ എന്ന് ചോദിച്ചു വേദ. അത് ഒരു ആംഗ്രി മൂഡിലേക്ക് മാറ്റണം. അപ്പോഴേ റിയൽ വിക്രവും വേദാളവും. പിന്നെ അങ്ങോട്ട് ലൈവായിരിക്കുമെന്ന് വേദ പറഞ്ഞപ്പം വേണ്ട, ഇപ്പം തല്ല് പിടിക്കാനുള്ള മൂഡൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആണോ? എന്നാൽ പിന്നെ വേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് വേദ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എന്നിട്ട് ഇന്ന് വിക്രം. അപ്പോൾ വേദയ്ക്ക് ചിരി വന്നു. അപ്പോൾ വേദ ചിരിച്ചപ്പം എന്താ ചിരിച്ചതെന്ന് ചോദിച്ചു. അല്ല ഞാനൊരു കാര്യം ഓർത്ത് ചിരിക്കായിരുന്നേ. അല്ല എന്ത് കാര്യം? ഫോൺ ചെയ്യുമ്പോഴേ ഈ എന്നിട്ട് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതേ ആരാണെന്ന് അറിയാവോ എന്ന് വേദ ചോദിച്ചു. അപ്പോൾ ആരാന്ന് ചോദിച്ചു വിക്രം. അപ്പോൾ പ്രേമിക്കുന്നവർ തമ്മിൽ സംസാരിക്കുമ്പോഴാണത്രേ. അപ്പോൾ വിക്രത്തിന് ചിരി വന്നു. വിക്രം ഒന്ന് ചിരിച്ചു. അതും നിങ്ങളെപ്പോലെയുള്ള ഇങ്ങനെയുള്ള ബോയ്സ്. എന്താ കാര്യം എന്നറിയാവോ? എനിക്കറിയത്തില്ല. സംസാരിക്കാനുള്ള വിഷയം തീർന്നിട്ടുണ്ടാവും. അപ്പോഴും സംസാരം തുടരണം എന്നുണ്ടാവും. അപ്പോൾ വരുന്ന വാക്കാണ് ഈ എന്നിട്ട് എന്നുള്ളത്. മനസ്സിലാകുമോ എന്ന് ചോദിച്ചു വേദ. ശരിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നതേ പോവല്ലേ എന്നാണത്രേ. അപ്പോഴത്തേക്ക് നമ്മുടെ വിക്രത്തിന് ഒരു ചിരി. ആണോ? എന്നിട്ട് എന്ന് വിക്രം ചോദിക്കുമ്പോൾ വേദ വീണ്ടും ചിരിച്ചു. അങ്ങനെ എന്നിട്ട് അങ്ങ് കുറേ നീണ്ടുപോയി. പിന്നെ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ സംസാരിച്ച് കുറേ സമയം അങ്ങനെ പിന്നെ നമ്മുടെ വിക്രം കിടന്ന് ഉറങ്ങി അങ്ങ് പോയി. പരിസരം പോലും മറന്ന് നമ്മുടെ വേദയും വിക്രവും ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോവുക. അന്നേരം വേദ വിക്രത്തോട് പറഞ്ഞു ഇങ്ങനെ നേരം വെളുത്തു, ഇനിയെങ്കിലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ എന്ന്. അങ്ങനെ നമ്മുടെ വിക്രം പതുക്കെ മയങ്ങി. അങ്ങനെ ഇരുന്നൊക്കെ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചും അങ്ങനെ ആ ഒരു സമയമൊക്കെ സ്പെൻഡ് ചെയ്തും ഒക്കെ ആ ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ടും നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.